ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇവളോട് തന്നെ ചോദിച്ചോക്ക്. ചോദിച്ചവള് പറയണ്ടേ? അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെയോ പറയല്ലേ ചെയ്യാ. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ലക്ഷണം കണ്ടിട്ട് സൂക്കേട് അത് തന്നെയാ. അക്യൂട്ട് ലവ്. പച്ച മലയാളത്തിൽ പറഞ്ഞ അസ്ഥിക്ക് പിടിച്ച പ്രേമം. അപ്പൊ ഗന്ധർവനോ? ആ, അത് ശരിയാണല്ലോ. ഇതിനിടയിൽ അങ്ങനെ ഒരാൾ കൂടി ഉണ്ടല്ലോ. പാറു മോളെ പറ, നിന്റെ ഗന്ധർവനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാ ജീവൻ പണയം വെച്ച് നീ അയാളെ പിടികൂടാൻ ശ്രമിക്കോ? എന്തൊക്കെ പറയുന്നേ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഹാ, ഇങ്ങനെ ഒച്ച വെച്ചാലൊന്നും ഞങ്ങളും മിണ്ടാതിരിക്കില്ല. ഈ ഒച്ച വെക്കല് പോലും ഒരു തരം കള്ളത്തരം. നമ്മുടെ ചോദ്യം ചെയ്യലിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഇവളുടെ അടവ്. എങ്ങോട്ടായി പോകുന്നേ? ഞങ്ങള് ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. ഗന്ധർവന്റെ ശത്രുക്കളെ നീ ഇതുപോലെ ജീവൻ പണയം വെച്ച് പിടികൂടാൻ ശ്രമിക്കോ? പറ. ഇവളുടെ ഈ നിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവൾക്ക് കൈലാഷ് സാറിനെ ഇഷ്ടമാ, ഗന്ധർവനെ ഇഷ്ടമാ. ഒരേ സമയത്ത് രണ്ടുപേരെ ഇഷ്ടപ്പെടുന്നത് മോശമല്ലേ? അത് മോശം തന്നെയാ. കൈലാഷ് സാറിനെ സെലക്ട് ചെയ്യണോ ഗന്ധർവനെ സെലക്ട് ചെയ്യണോ എന്ന കാര്യത്തില് ഇവള് കൺഫ്യൂഷനിലാണെന്നാ എനിക്ക് തോന്നുന്നത്. മുഖം കണ്ടില്ലേ? പാവം, ഒരെത്തും പിടിയും കിട്ടുന്നില്ല നമ്മുടെ പാറുക്കുട്ടിക്ക്. കൈലാഷ് സാറിനെ സെലക്ട് ചെയ്യണോ ഗന്ധർവനെ സെലക്ട് ചെയ്യണോന്ന് കൂട്ടുകാരികളായി നമ്മൾ ഇവൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇവൾ ആരെ സെലക്ട് ചെയ്യണമെന്നാ നിന്റെ അഭിപ്രായം? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടോസ് ചെയ്യാം. ആ, അത് നല്ല ഐഡിയ. പാറു, ഹെഡ് വീണ നീ കൈലാഷ് സാറിനെ സെലക്ട് ചെയ്യണം, ടെയിൽ വീണ ഗന്ധർവനെ. ഓക്കെ? ചേട്ടൻ എന്തിനാ എന്നെ അന്വേഷിച്ചേ? നീ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്തിരുന്നോ? ആ, ചെയ്തിരുന്നു. ഞാൻ അതിനാ വെയിറ്റ് ചെയ്യുന്നേ. എന്താ വരാത്തെ? വന്നു. ആ, അയാൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ആ, ശരി. വന്നോ? ശരി. നല്ല സൂപ്പർ ബീഫ് ബിരിയാണിയും മട്ടൻ സ്റ്റൂവും. ഇതെവിടുന്നാ? ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയത്. ഓ, നിനക്ക് ബോധവും കഥയൊന്നും ഇല്ലേ ഡയാന? എന്റെ മമ്മി ഇവിടെ ഉള്ള കാര്യം നീ മറന്നുപോയോ? മമ്മിക്കാണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വരുത്തി കഴിക്കുന്നതേ ഇഷ്ടമല്ല. ഇതെങ്ങാനും കണ്ട 3 ദിവസത്തേക്ക് ചെവിതല കേൾപ്പിക്കില്ല. മമ്മിയുടെ മുമ്പിൽ നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അവളൊരു ബീഫ് ബിരിയാണി. മമ്മി വരുന്നുണ്ട്. എനിക്ക് മമ്മിയുടെ വാങ്ങിയിരിക്കുന്ന കേൾക്കാൻ വയ്യ. നീ ഇത് മമ്മി കാണാതെ എവിടെയെങ്കിലും കൊണ്ടോ വെക്ക്. ഭൂമികയായി സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. വിശക്കുന്നില്ലേ നിങ്ങൾക്ക്? ഫുഡ് റൂമിൽ കൊണ്ടുവയ്ക്കണമെന്ന് ഞാൻ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞിരുന്നല്ലോ. 4 പേർക്കുള്ള ഫുഡ് ഭാഗ്യലക്ഷ്മി ചേച്ചി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പാറു, മാഡം. കേറി വാ. അയ്യോ വേണ്ട മാഡം. നിങ്ങൾ എവിടെ പോവാ? ക്യാൻറ്റീനില് കഴിക്കാൻ. ഇവിടെ കൊണ്ടുവരാൻ പറയാം, ഒന്നിച്ചിരുന്ന് കഴിക്കാം. കേറി വാ. ഇത് പാറുവിന്റെ റൂംമേറ്റ്സ് ആണോ? ഞങ്ങള് നിന്റെ റൂമിൽ താമസിക്കുന്നവരാണോന്ന്? അതെ മാഡം, ഒരു റൂമിൽ താമസിക്കുന്നവരാന്ന് മാത്രല്ല, ഞങ്ങൾ 4 പേരും വലിയ കൂട്ടാ. ഇത് മീര, ഇത് ആയിഷ, ഇത് ജെനിഫർ. പാറുവിനെ പോലെ നിങ്ങളും സുന്ദരികളാ കേട്ടോ. ചിന്നു, നീ ക്യാൻറ്റീനിൽ പോയി ഇവരുടെ ഫുഡ് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവാ. ഞാനോ? വേണ്ട മാഡം, ഞങ്ങള് അവിടെ പോയിരുന്ന് കഴിച്ചോളാം.
ചിന്നു, പാറു നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലേ നീ പറഞ്ഞത്? അപ്പൊ പാറുവിന്റെ റൂംമേറ്റ്സ് നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ. എന്നിട്ട് നീ എന്താ ഇവരോട് മിണ്ടാത്തെ? അത് മമ്മി, കുറച്ചു മുമ്പ് ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചതേ ഉള്ളൂ. അതെ മാഡം, ഞങ്ങളെ റൂമിന്ന് ഞാൻ വാങ്ങി വെച്ചിരുന്ന കർപ്പൂരവും ചന്ദനത്തിരിയും വിളക്ക് തിരികളും എണ്ണയും ഒക്കെ കളവ് പോയി. ഞങ്ങൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു, അല്ലേ മുക്ത? അതാണോ നിങ്ങളുടെ റൂമിൽ നിന്ന് കളവ് പോയ ചന്ദനത്തിരിയും കർപ്പൂരം? മമ്മി എന്നെ നോക്കി ദഹിപ്പിക്കൊന്നും വേണ്ട. ഞാനല്ല, ഋതിക. അത് ആന്റിയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി. ഞാൻ ഇംപ്രസ്ഡ് ആയി, ഒരുപാട് ഇംപ്രസ്ഡ് ആയി. ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞാലേ. സോറി. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ വഴക്കിടണ്ട. ഈ പ്രായത്തിൽ ഇതുപോലുള്ള കുരുത്തക്കേടുകളൊക്കെ വേണം. കുരുത്തക്കേട് അതിര് കടക്കാതെ നോക്കാൻ വേണം. ചാൻസ് കിട്ടുമ്പോഴെല്ലാം പാർവതിക്കിട്ട് പണി കൊടുക്കാറുള്ളതല്ലേ? അതിന് പകരമായി മുക്തയ്ക്കിട്ടൊരു പണി കൊടുത്താലോ? എങ്ങനെ? ഇപ്പൊ കാണിച്ചു തരാം. മാഡം, അതെന്താ? എന്തോ നോൺ വെജ് ഫുഡാ. നോൺ വെജ് ഫുഡോ? അത് ഡയാന വരുത്തിയതാ മമ്മി. ഡയാന ഋതികയും ഇടയ്ക്ക് നോൺ വെജ് കഴിക്കാറുണ്ട്. നോക്കട്ടെ.